തോമസ് ചാഴികാട്, ബഹുമാനായ MLA മാർ, പ്രിയമുള്ള നേതാക്കളെ, സ്നേഹിതരെ, കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ ഒരു അഭിമാനിക്കാൻ കഴിയുന്ന നിമിഷങ്ങളാണ്. ഈ രാജ്യസഭ എനിക്ക് ഉള്ളത് എന്നുള്ളത് അല്ല, അതിനപ്പുറം കേരള കോൺഗ്രസിന് അർഹതപ്പെട്ട ഒരു സ്ഥാനം നമുക്ക് വീണ്ടും ലഭിച്ചു എന്നുള്ളതാണ്. അത് തീർച്ചയായും കേരള കോൺഗ്രസിനെ സംബന്ധിച്ചോളം നമുക്ക് ലഭിച്ച ഒരു അംഗീകാരമായി തന്നെ. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കേന്ദ്രത്തിൽ നേരത്തെ ഉണ്ടായിരുന്നേക്കാൾ ദുർബലമാണ് ഇന്ന് കേന്ദ്ര ഭരണകൂടം. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന നമുക്കറിയാം പ്രതിപക്ഷം വളരെ വീക്കായിരുന്നു. കാരണം പലപ്പോഴും പ്രതിപക്ഷത്തിനെ സംസാരിപ്പിക്കാൻ പോലും കേന്ദ്ര സർക്കാർ അനുവദിക്കാത്ത ഒരു സാഹചര്യം. കാരണം പ്രതിപക്ഷത്തിൻ്റെ നമ്പറുകൾ കുറഞ്ഞു പോയതുകൊണ്ട് തന്നെ. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടെ ശക്തമായിട്ട് നമ്മുടെ ഇഷ്യൂസിൽ ഒക്കെ ഇടപെടാൻ പ്രതിപക്ഷം ഒന്നിച്ചു നിന്ന് ഇടപെടുവാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് കേരള സംസ്ഥാനത്ത് നേരിടുന്ന പല പ്രശ്നങ്ങൾ, അത് കാർഷിക പ്രശ്നങ്ങളുണ്ട്. അത് ആ കാർഷിക പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ ചില നിയമങ്ങൾ അവിടെ കൊണ്ടുവരുമ്പോൾ, കേന്ദ്രത്തിൽ കൊണ്ടുവരുമ്പോൾ അത് ദോഷകരമായി ബാധിക്കുന്നുണ്ട്. റബ്ബറിൻ്റെ വിഷയമുണ്ട്, വന്യമൃഗത്തിൻ്റെ വിഷയമുണ്ട്, പിന്നെ തീരദേശത്തിൻ്റെ ബ്ലൂ എക്കോണമിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ട്. അതുകൂടാതെ നമ്മുടെ സ്റ്റേറ്റ് സെൻട്രൽ റിലേഷൻ നമുക്കറിയാം, മാൻസാർ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. അത് പൊളിച്ചു ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുക. അത്രയും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് തീർച്ചയായും നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായവും പിന്തുണയും, പ്രത്യേകിച്ച് താഴെത്തട്ടിലുള്ള സാധാരണക്കാരായ പ്രവർത്തകർ, അവരുടെ ഒരു ആവേശവും അവരുടെ ഒരു പിന്തുണയുമാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച എല്ലാവർക്കും പ്രത്യേക നന്ദി.